ഗൈസ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റ് കുറേ പേര് കണ്ടിട്ടുണ്ടാവും, കുറേ പേര് കണ്ടിട്ടുണ്ടാവില്ല. പിന്നെ ഞാൻ തുടക്കമാണല്ലോ, അത് കാരണം കൊണ്ട് പിന്നെ ശ്രദ്ധിക്കാണ്ട് പോകുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ കുറച്ച് പേര് എൻ്റെ വീഡിയോ കാണും, എനിക്ക് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ ഈ വീഡിയോ കാണും. അപ്പോൾ അവർക്കുള്ള ഒരു റിയാക്ഷൻ വീഡിയോ ആണെന്ന് വേണമെങ്കിൽ വെക്കാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നോട് കുറേ നേരിട്ടാണെങ്കിലും നമ്മൾ അടുത്ത ആൾക്കാരാണെങ്കിലും കമൻറ്റിൽ കൂടെ ആണെങ്കിലും എനിക്ക് കുറേ വന്നൊരു ഇതാണ്, വേറെ കണ്ടൻറ്റ് ചെയ്തോടെ ഇതൊരു കാര്യം എനിക്ക് വന്നതാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഓരോരുത്തരോടായിട്ട് എനിക്ക് പറയാൻ വയ്യ, അതുകൊണ്ടാണ് ഞാൻ കമൻറ്റിലൂടെ ഞാൻ പറയുന്നത്. കാരണം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ഹൗസ് വൈഫാണ്, എനിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വീട്ടിലെ കുക്കിംഗ്, എൻ്റെ ഫുഡ് അടി, ഞാൻ ഉണ്ടാക്കിയ ഫുഡ് കഴിക്കുക, കുട്ടികളെ റെഡിയാക്കുക, കുട്ടികളുടെ ലഞ്ച് ബോക്സ് കാണിക്കുക, പിന്നെ എനിക്ക് വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ മേടിക്കുന്നത് ഞാൻ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഷോപ്പിംഗ് പോലെ ഞാൻ ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള ഈ അല്ലറ ചില്ലറ നമ്മൾ ഹൗസ് വൈഫുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. അതിനുള്ള ലിമിറ്റേഷൻസ് മാത്രമേ എനിക്കുള്ളൂ. ഈ വീഡിയോ എടുക്കുന്നത് പോലും എത്ര ക്ലാരിറ്റി ഉണ്ടെന്ന് തന്നെ എനിക്കറിയില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആ ഒരു ഫോൺ യൂസ് ചെയ്തിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിനൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന ആൾക്കാരോട് കൂടെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് വേറെ കണ്ടന്റ് ചെയ്തോടെ എന്ന് പറഞ്ഞ ആൾക്കാരോട്, നിങ്ങൾക്ക് ഞാൻ ഏത് കണ്ടന്റാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോരുത്തർ വേറെ കണ്ടന്റ് എന്ന് പറയുന്നത്, പക്ഷേ ആ കണ്ടന്റ് എന്താണെന്നുള്ളത് പറയുന്നില്ല. പിന്നെ ട്രാവലിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ട്രാവൽ വ്ളോഗ് എന്ന് പറയുന്നത്, നമ്മൾക്ക് ട്രാവൽ വ്ളോഗ് ചെയ്യണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ഞങ്ങളായിട്ട് ഫാമിലീസ് ആയിട്ട് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ട്രാവൽ വ്ളോഗ് വരെ ചെയ്യും. നമുക്ക് ഇതിന് വേണ്ടി ട്രാവൽ ചെയ്യുക പറഞ്ഞാൽ അതിനുള്ള ബഡ്ജറ്റൊന്നും ഞങ്ങൾക്കില്ല. പിന്നെ ഫുഡ് വ്ളോഗ് എന്ന് പറഞ്ഞു, ഫുഡ് നമ്മൾ ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞ് പറഞ്ഞാൽ അവർ ആരും നമുക്ക് വെറുതെ തരില്ല, നമ്മൾ ക്യാഷ് കൊടുക്കണം. ഒരു മിനിറ്റ് എന്താണെന്ന് അറിയില്ല. അപ്പോൾ ആരും നമുക്ക് ക്യാഷില്ലാതെ ഫുഡ് തരില്ല. അപ്പോൾ നമ്മൾ പൈസ ഇറക്കണം. അപ്പോൾ അതിനുള്ള വരുമാനമൊന്നും നമുക്കില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ വീട്ടിലുള്ളതും നമ്മൾ എപ്പോഴെങ്കിലും പുറത്തുനിന്നൊക്കെ മേടിക്കുന്നതും പിന്നെ അങ്ങനെ അതൊക്കെ എനിക്ക് കാണിക്കും. പിന്നെ വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കാൻ സാധനങ്ങൾ മേടിക്കുന്നത്, അതാകുമ്പോൾ നമുക്ക് ഫാമിലി കംപ്ലീറ്റ് കഴിക്കാമല്ലോ. അപ്പോൾ അതൊക്കെയാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് മെയിനായിട്ട്. എൻ്റെ പഴയ വീഡിയോസ്, പഴയ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ സെയിം ഇതേ തന്നെയായിരുന്നു. പക്ഷേ അന്ന് എനിക്കൊരു ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടുത്തെ കുറേ കാര്യങ്ങളും, അപ്പോൾ എനിക്ക് ആ ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ ഞാൻ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോസൊക്കെ ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതെൻ്റെ എന്താണെന്ന് അറിയാം, ഇത് റിക്കവർ ചെയ്ത് കിട്ടണേ ഇല്ല. ഞാൻ കുറേ ട്രൈ ചെയ്തു, പക്ഷേ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു പുതിയ ചാനൽ ഇപ്പോൾ ഞാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ തുടങ്ങിയിട്ടല്ലോ. അപ്പോൾ അതിൻ്റെതായ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ടാവും. ഈ പറയുന്നത് ഞാൻ നോക്കുന്നതടക്കം ചിലപ്പോൾ എവിടെയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് എവിടെ നോക്കണമെന്ന് ഒരു കൺഫ്യൂഷനാണ് ഇപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ ഞാൻ ചെയ്യാൻ കാരണം, ഈ വീഡിയോ ചെയ്യാൻ ഞാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. കാരണം എന്നോട് പറഞ്ഞു, കുറേ പേര് പറഞ്ഞു, ഞാൻ ചിലപ്പോൾ എന്നോട് അറിയുന്ന ആളോട് സബ് ചെയ്യാൻ. അപ്പോൾ എന്താ എൻ്റെ വീഡിയോയിൽ എന്താണ് ഫുഡ് കഴിക്കുന്നതും പിന്നെ അത് ആക്ച്വലി എൻ്റെ വീഡിയോസിൽ അതേ ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ കൂടുതലായിട്ട് നമുക്ക് കാണിക്കാനും നമുക്ക് കൂടുതലായിട്ട് ചെയ്യാൻ നല്ല ആഗ്രഹമുണ്ട് എനിക്ക്. പക്ഷേ നമുക്ക് അതിനുള്ള എന്താ പറയുക, വരുമാനം കൂടി വേണം. പക്ഷെ നമുക്കതില്ലല്ലോ. അപ്പോൾ നമ്മൾ ഫോണിൽ ചെയ്യണ നെറ്റ് വെച്ചിട്ട് നമ്മൾ എന്താ വെച്ചാൽ ചെയ്യുക. നമ്മൾ കുക്ക് ചെയ്യണത് നമുക്ക് വീട്ടിൽ കൊണ്ടുവരുന്ന കുക്ക് ചെയ്യുക. എനിക്ക് പേഴ്സണലി എനിക്ക് വീട്ടിൽ എന്താണ് കുക്ക് ചെയ്യണം താല്പര്യം, അത് ഞാൻ പുറത്തുനിന്ന് പോയി മേടിക്കും, അത് ഞാൻ ചെയ്യുന്നു. അത് നിങ്ങൾക്ക് വീഡിയോസ്, അതായത് ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിന് വീഡിയോ, അത് ഞാൻ വെറുതെ വീട്ടിലിരിക്കില്ലേ, എനിക്ക് വേറെ ഒന്നുമില്ല. കാരണം നമുക്ക് വേറെ ഒന്നും ഇല്ലല്ലോ, വെറുതെ വീട്ടിൽ കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് മാത്രം ഞാൻ തുടങ്ങിയൊരു ചാനലാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ പരമാവധി സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ, ചൂടെടുക്കുന്ന ഒരു മിനിറ്റ്, സപ്പോർട്ട് ചെയ്യണം ആഗ്രഹമുള്ളവർ എന്നെ ദയവ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എന്ത് ഷോ ഇടയ്ക്കിടെ ഇങ്ങനെ വരുന്നു. അപ്പോൾ എന്ത് നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വോയിസുമായിട്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ വരുന്നതായിരിക്കും. കാരണം എനിക്കിൽ കുറേ കമൻറ്റ് വന്നിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് വേറെ കണ്ടന്റ് ചെയ്തോടെ, ഇത് എല്ലാവരും ചെയ്യണ്ടല്ലോ. പക്ഷേ അതിലൂടെ ഞാനും അത്രയേ ഉള്ളൂ. എല്ലാവരും ഡ്രസ്സ് ഉണ്ട്, എല്ലാവരും മുടി കെട്ടുണ്ട്, അതേപോലെ തന്നെ വിചാരിച്ചാൽ മതി. കാരണം നമുക്കായിട്ട് കണ്ടുപിടിച്ച് പോകാനുള്ള കപ്പാസിറ്റി നമുക്കില്ലല്ലോ, അതുകൊണ്ടാണ്, എനിക്കില്ല, അതുകൊണ്ടാണ്. അപ്പോൾ എന്നോട് പറയുന്ന ആൾക്കാർ ഇത് തന്നെ നിങ്ങൾക്കുള്ളൂ, അല്ലെങ്കിൽ ഇത് അവർക്കുള്ളൊരു മറുപടി മാത്രമാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടുന്ന വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഇങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന വീഡിയോസ് വരും. പക്ഷെ അതിപ്പോഴല്ല, നമ്മൾ ഈ കുട്ടികളുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നോക്കി ആ സമയത്തൊക്കെ, ഇപ്പോൾ ക്ലാസ്സും ഇതൊക്കെയല്ല. പിന്നെ എനിക്ക് എൻ്റെതായ രീതിയിൽ പോകാനുള്ള ഇതൊന്നും നമുക്കില്ല. കാരണം നമ്മൾ ഈ പറഞ്ഞ ഹൗസ് വൈഫാണ്. അപ്പോൾ നമുക്ക് അതിനൊരു ലിമിറ്റേഷൻസ് ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ, അപ്പോൾ ഞാൻ ഇത് പറയണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. കാരണം എന്നോട് കുറേ പേര് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. പണ്ട് ഇട്ട വീഡിയോസിലും എനിക്ക് ഇതുപോലെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് എനിക്കിങ്ങനെ ചെയ്യാനൊരു അവസരം കിട്ടിയില്ല. അപ്പോൾ ഇന്ന് എനിക്കിങ്ങനെ ചെയ്യാനൊരു അവസരം കിട്ടി, അതുകൊണ്ട് ഞാൻ ചെയ്തു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ടാറ്റാ.